ചാപ്റ്റർ നമ്പർ 11, ഡൈവേഴ്സിറ്റി ഇൻ സോഷ്യൽ ലൈഫ്. നമ്മൾ ഇതിനു മുമ്പ് കേരളത്തെ കുറിച്ച് പഠിച്ചു, വേൾഡിനെ കുറിച്ച് പഠിച്ചു, വേൾഡ് ഡൈവേഴ്സിറ്റിയെ കുറിച്ച് പഠിച്ചു. കേരളത്തിനെ കുറിച്ച് തന്നെ നമ്മൾ പല കാര്യങ്ങൾ, എസ്പെഷ്യലി നമ്മൾ ഇപ്പോൾ ലാംഗ്വേജ്, മിഡീവിയൽ പീരീഡിൽ കേരളം എങ്ങനെയായിരുന്നു, അവിടുത്തെ ലാംഗ്വേജ് സിസ്റ്റം, ഇതെല്ലാം തന്നെ നമ്മൾ അവിടെ പഠിച്ചതാണ്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നമ്മൾ ഡൈവേഴ്സിറ്റി ഇൻ സോഷ്യൽ ലൈഫ്, എസ്പെഷ്യലി കേരളത്തെ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളും ഇതേപോലെ എങ്ങനെയായിരുന്നു അവരുടെ ഇത് സോഷ്യൽ ലൈഫ്, നമ്മുടെ സമൂഹം എങ്ങനെയായിരുന്നു എന്നുള്ള ആ ഒരു, അല്ലെങ്കിൽ എങ്ങനെയാണ് എന്നുള്ള കാര്യം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ നോക്കുന്നു. Observe the above pictures. Which groups of people are the pictures related to? ഇത് നിങ്ങൾ ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏത് തരത്തിലുള്ള ആൾക്കാർ ആണെന്നാ തോന്നുന്നത്? കണ്ടിട്ട് എന്തൊക്കെ ടൈപ്പ് ആൾക്കാരുണ്ട് ഇതില്? ഇതിൽ എന്തൊക്കെ ടൈപ്പ് ആൾക്കാരാ ഉള്ളേ ഈ ഫോട്ടോയില്? നിങ്ങൾ ആരും ഇവിടെ ഇല്ലേ? എന്താ ആൽഫിൻ? കേക്കാൻ പറ്റത്തില്ല, കുറച്ചുകൂടെ ഉറച്ചു പറഞ്ഞേ. കഞ്ഞിയോ? എടാ അവ എന്താ പറഞ്ഞേ? എനിക്ക് വ്യക്തമാവാത്തതാണോ? ഓക്കെ, ഒരു ടീം എന്ന് പറയുന്നത് കന്നുകാലിയെ മേയ്ക്കുന്നത് തന്നെയാണ്. അടുത്തോ? അടുത്തെന്താ? എന്തോ സാധനങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നു. അതും ഏതോ ഒരു ട്രൈബിന്റെ ഒരു വേഷം പോലെ ഉണ്ട്. പിന്നെ അടുത്തൊരു വലിയൊരു മാർക്കറ്റ്. അപ്പോ ഇതെന്ന് പറയുന്നത് ഓരോ സ്ഥലങ്ങളിലും, അല്ലെങ്കിൽ മാർക്കറ്റ്, ഒരു സിറ്റി ലൈഫ് ആണെങ്കിൽ അവിടെ ഇതേപോലെ മാർക്കറ്റ് കാണും, അവിടെ ഇത്രയും ജനങ്ങൾ കാണും, ഇതേപോലെ വണ്ടികൾ കാണും, ധാരാളം. ആ ഒരു വ്യത്യസ്തതയാണ്. നമ്മുടെ ഗ്രാമപ്രദേശം നോക്കുകയാണെങ്കിൽ ഇതേപോലെ കന്നുകാലികൾ മേച്ചുകൊണ്ട് കിടക്കുന്ന കാണാം, അങ്ങനെ ആൾക്കാർ കാണത്തില്ല, ആൾക്കാർ കുറവായിരിക്കും. അതുപോലെ തന്നെയാണ് അതുപോലെ ട്രൈബ്സിന്റെ അവിടെ. These pictures reflects the day-to-day life of 3 different groups of people in Kerala. ഇവിടെ 3 സെപ്പറേറ്റ് ഒരു ആൾക്കാരുടെ ജീവിത ശൈലി, ഡേ ടു ഡേ ലൈഫ്, അതാണ് ഈ പിക്ചേഴ്സിലൂടെ അർത്ഥമാക്കുന്നത്. We should have an inquiry into the varied lifestyle and surroundings of such people. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരുടെ ജീവിത ശൈലി എന്തെന്നാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ നോക്കുന്നത്. So that we may understand how diverse our society is. അപ്പോൾ നമ്മുടെ ആ ഒരു സൊസൈറ്റി എങ്ങനെയാണ് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. ഇതൊരു കുഞ്ഞു ചാപ്റ്റർ, ആക്ച്വലി എളുപ്പമുള്ള ചാപ്റ്റർ. ജസ്റ്റ് കാര്യം മനസ്സിലാക്കിയാൽ മാത്രം മതിയാവും, നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാം. ഇപ്പോ നോട്ട് നിങ്ങൾ കാണാതെ പഠിച്ചില്ലെങ്കിൽ സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മുടെ ചുറ്റും നടക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയാൽ മാത്രം മതി. റൈറ്റ്. ഫസ്റ്റ് നമുക്ക് ട്രൈബൽ കമ്മ്യൂണിറ്റി. ട്രൈബൽ കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ ഗോത്രവർഗക്കാർ. അപ്പൊ പണ്ട് തൊട്ടേ ഈ ഗോത്രവർഗക്കാരും ഉണ്ട്. അവരുടെ ആ ഒരു വേഷവിധാനം ഇതൊക്കെ ഒന്ന് നോക്കി, ആ ഒരു പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളെ പോലെ അല്ല, ഒരു വെറൈറ്റി. പിന്നെ അവർ കാടുകളിലായിരിക്കും ജീവിക്കുക, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഉൾപ്രദേശങ്ങളിലായിരിക്കും ജീവിക്കുക, അത്തരത്തിൽ. ദിസ് പിക്ചർ ഈസ് റിലേറ്റഡ് ടു ട്രൈബൽ കമ്മ്യൂണിറ്റി ഇൻ കേരള. ഇപ്പോൾ ഇവിടെയുള്ള ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ് ഇത് പറയുന്നത്. Tribes have unique lifestyle. They are the descendant of the ancient human societies of our country. അപ്പോൾ പണ്ട് മുതൽ, അല്ലെങ്കിൽ ആദ്യകാല ജനതയുടെ ഒരു ഭാഗമായിട്ടാണ് ഇവർ വരുന്നത്. അതായത് അവരുടെ ആ ഒരു അവരുടെ ആൻസിസ്റ്റേഴ്സിൽ നിന്ന് ഡിസെൻഡൻസ്, അതായത് അവരുടെ തലമുറകളായിട്ട് അല്ലെങ്കിൽ പിന്മുറക്കാരായിട്ടാണ് ഈ ട്രൈബ്സ് വരുന്നത്. നമ്മുടെ ഈ രാജ്യത്തുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു ട്രൈബ്സിൽ, അല്ലെങ്കിൽ പല ട്രൈബ്സുകളിൽ ഒരു ട്രൈബ്സ് ആണ് ഈ ഒരു പിക്ചേഴ്സിൽ കൊടുത്തിട്ടുള്ളത്. Now they are generally confined either to forest and hills or the interior parts and isolated valleys. അപ്പോൾ അവരെവിടെയൊക്കെയാ കാണുന്നത്? അവരുള്ളത് കാടുകളില്,
അല്ല എങ്കിൽ ഏറ്റവും ഉൾഭാഗത്ത് നമ്മുടെ നാട്ടിന്റെ ഏറ്റവും വനാന്തരങ്ങളിൽ, ഇപ്പൊ നമ്മുടെ കേരളത്തിൽ തന്നെ ഇടുക്കി, വയനാട് ഇവിടെയൊക്കെ പോയിക്കഴിഞ്ഞാല് ഈ ഇത്തരത്തിലുള്ള ട്രൈബ്സിനെ നല്ല രീതിയിൽ കാണാൻ പറ്റും. പല ടൈപ്പ് ട്രൈബ്സിനെ കാണാൻ പറ്റും. അവിടെയൊക്കെ എന്ന് പറയുന്നതും അവിടെ അവർ ഉള്ളിലാ, കാടിന്റെ ഉള്ളിലോട്ടൊക്കെയാ ജീവിക്കുന്നതും എല്ലാം. ഇപ്പോ നിങ്ങൾ മറ്റേ ഒരു സിനിമ ഉണ്ടല്ലോ, അയ്യപ്പനും കോശി സിനിമ ഉണ്ടോ? കണ്ടോ? വേറെ ആരും കണ്ടില്ലേ? ഓക്കെ. അപ്പൊ ആ സിനിമയില് അതിൽ കുറെ ട്രൈബ്സ് ഒക്കെ കാണിക്കുന്നുണ്ട് ചെറിയ രീതിയിൽ. അപ്പോ അതൊക്കെ എന്ന് പറയുന്നത്, അതിലൊരു പാട്ട് പാടിയ ഒരു സ്ത്രീ, ആ ഒരു അമ്മച്ചി എന്ന് പറയുന്നത്, അവരെന്ന് പറയുന്നത് അവരൊരു ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ പെട്ടവരാണ്. അപ്പൊ അത്തരത്തിലുള്ള ട്രൈബ്സ് ഇന്നും നല്ല രീതിയിൽ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. യു മൈറ്റ് ഹാവ് ഹേർഡ് of different tribes in Kerala. Try to recollect the names of few tribal communities. നിങ്ങൾ ഇതിനു മുമ്പ് ഏതെങ്കിലും ട്രൈബ്സുകളുടെ പേര് കേട്ടിട്ടുണ്ടോ? ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ പേര് കേട്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള കമ്മ്യൂണിറ്റികളുടെ പേര് പറയാനാണ് പറയുന്നത്. വേറെ ട്രൈബ്സിന്റെ പേര് ഇപ്പൊ ഇവിടെ ആണെങ്കിൽ പണിയാർ, കുറിച്യാർ, ഇങ്ങനെ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ വേറെ ട്രൈബൽ കമ്മ്യൂണിറ്റി കേട്ടിട്ടുണ്ടോ നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുണ്ടാവണം. 5ലോ 4ലോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. അറിയാമോ? അറിയില്ല. ഞാൻ കുറച്ചു പേര്, കുറുമ്പൻ, മല ആരയ, മുത്തുവൻ, ആരാ വിളിച്ചേ? അങ്ങനെ എന്തോ ഉണ്ടല്ലോ. ഏതാ? കോട എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇത് കൊരങ്ങ എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, കൊരങ്ങ. പിന്നെ അടുത്ത് കോണ്ടാറഡ്ഡി, പിന്നെ അതുപോലെ പുലയ, അതുപോലെ അങ്ങനെ ധാരാളം കമ്മ്യൂണിറ്റി, ട്രൈബൽ കമ്മ്യൂണിറ്റീസിൽ വരുന്ന കുറെ കമ്മ്യൂണിറ്റീസ് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ട്. നമ്മുടെ ഏകദേശം 10-35ലധികം കമ്മ്യൂണിറ്റീസ് കേരളത്തിൽ തന്നെ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള ട്രൈബ്സിന്റെ പേര് ഞാൻ എന്തായാലും നോട്ട് അയക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് കമ്മ്യൂണിറ്റീസിന്റെ പേരും പറയുന്നത്, കുറച്ച് നിങ്ങൾ കാണാതെ പഠിച്ചു വെച്ചിരിക്കുക. Tribes, a group of people who live in a particular area and speak a language unique to them, is called a tribe. They follow unique customs and rituals. അപ്പോൾ അവരെന്ന് പറയുന്നത്, ട്രൈബ്സ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ജീവിക്കുന്നവരും അവരെന്ന് പറയുന്നത് ഒരു വ്യത്യസ്ത ലാംഗ്വേജ് യൂസ് ചെയ്യുന്നവരുമായിട്ടുള്ളവരാണ് ഈ ട്രൈബ്സ് എന്ന് പറയുന്നത്. അവർക്ക് ഒരു സെപ്പറേറ്റ് ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ ഒരു യുണീക്ക് ലാംഗ്വേജ്, നമ്മളെ പോലെ അല്ല. അവർ പറയുന്നത് ചിലപ്പോൾ നമുക്ക് മനസ്സിലായെന്ന് വരത്തില്ല. മലയാളത്തിന്റെ തന്നെ അല്ലെങ്കിൽ വേറൊരു ലാംഗ്വേജിന്റെ തന്നെ പല പല വെർഷൻസ് ആയിരിക്കും അവർ യൂസ് ചെയ്യുക. അപ്പോ ഇവിടെ ജസ്റ്റ് ഉണ്ടോ, ഈ ഒരു മലയാ ട്രൈബ്സ് ഓഫ് കേരള അവർ യൂസ് ചെയ്യുന്ന വേർഡുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു പേജിൽ. ജസ്റ്റ് അവരുടെ ആ ഒരു ലാംഗ്വേജ്, യുണീക്ക് ലാംഗ്വേജ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വെന്തിയാരു വൈഫ്, വേദാരു ഹസ്ബൻഡ്, അപ്പൻ ഫാദർ, പെപ്പൻ ഗ്രാൻഡ് ഫാദർ, മോളാരു ഡോട്ടർ, മോനാരു സൺ, ആച്ചി എൽഡർ സിസ്റ്റർ, ചാറ്റൻ നമ്മുടെ ചേട്ടൻ എന്ന് പറയുന്ന പോലെ എൽഡർ ബ്രദർ. അപ്പൊ ഇത്തരത്തില് കണ്ടോ, നമുക്ക് ഇതില് അങ്ങനെ ഇത് കോമൺ ആയിട്ട് തോന്നുന്ന വളരെ കുറച്ച് വാക്കുകളെ കാണുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ അറിയാം. മോളാരു ഡോട്ടർ, അത് നമ്മള് മോളെ പറയും, ഒരു പെൺകുട്ടിയെ പറയും. അപ്പൊ മോനാരു, മോനെന്ന് ആൺകുട്ടിയെ പറയും. അപ്പോ അതുപോലെ കുറെ എന്താ പറയുന്ന സാമ്യമുണ്ട്. പക്ഷെ ഇതെല്ലാം അത്രയ്ക്ക് ആ ഒരു യുണീക്ക് ആയിട്ടുള്ള ഭാഷകളാണ് അവിടെ യൂസ് ചെയ്യുന്നത്. Features of a tribal community. Let us try to identify the features of the tribal community. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ട്രൈബൽ കമ്മ്യൂണിറ്റി എന്താണ്, എങ്ങനെയാണ് അവരുടേതെന്നൊക്കെ നോക്കാം. Generally, the tribal settlements are located in the hills, forest and isolated valleys. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, അവർ കുന്നിലോ അല്ലെങ്കിൽ വനങ്ങളിലോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിലോ ഒക്കെ ആയിരിക്കും അവരുടെ ആ ഒരു സെറ്റിൽമെന്റ് അല്ലെങ്കിൽ അവർ ജീവിക്കുന്നത്.
അല്ലെ ഒറ്റപ്പെട്ട് കിടക്കുന്ന താഴ്വരകളിൽ അവിടെയൊക്കെ ആയിരിക്കും അവർ ജീവിക്കുക. ഈ ട്രൈബൽ ഗ്രൂപ്പ് ലിവ് ടുഗദർ ഇൻ എ പർട്ടിക്കുലർ ഏരിയ. അപ്പൊ ഓരോ ഗ്രൂപ്പും ഓരോ ട്രൈബൽ ഗ്രൂപ്പും ഓരോ സ്ഥലത്ത് ഒരുമിച്ചായിരിക്കും അവർ ജീവിക്കുക. Their lifestyles are totally different from the other from that of other communities. അപ്പോൾ ഓരോ കമ്മ്യൂണിറ്റിക്ക് അവരുടെ ട്രൈബ്സിൽ തന്നെ ഓരോ കമ്മ്യൂണിറ്റിയും ഓരോ രീതിയിലായിരിക്കും ജീവിക്കുക. അവരുടെ ലൈഫ് സ്റ്റൈലിന് ടോട്ടലി ഒരു വ്യത്യാസം ഉണ്ടാവും. ഒരു ടീം ജീവിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല വേറൊരു ടീം ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെ അത്തരത്തില് ഇതിങ്ങനെ ധാരാളം വ്യത്യസ്തമായിട്ടുള്ള രീതി, അല്ലെങ്കിൽ ഡ്രസ്സിലായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ആഹാര രീതിയിലായിരിക്കാം, അവരുടെ ടോട്ടൽ അപ്പിയറൻസിലായിരിക്കാം, അങ്ങനെ പല പല വ്യത്യാസങ്ങളും നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കും. Traditional type of cultivation and gathering of forest products are the means of living of these tribes. അപ്പോൾ ഇവരുടെ ഒരു ജീവിതശൈലി എങ്ങനെയെന്ന് വെച്ചാൽ അവർക്ക് ഈ പണ്ടത്തെ കാലത്ത് നടന്ന കൃഷി അല്ലെ കൃഷി രീതിയും അതുപോലെ തന്നെ കാട്ടിൽ നിന്ന് പഴങ്ങളും അല്ലെങ്കിൽ അതുപോലുള്ള സാധനങ്ങളെല്ലാം കളക്ട് ചെയ്ത് അവർ കഴിക്കുക. അതാണ് അവരുടെ ആ ഒരു രീതി അല്ലെങ്കിൽ അവരുടെ ആ ഒരു ജീവിത മാർഗം എന്ന് പറയുന്നത്. Many of them are engaged in their traditional artisan work. അപ്പോൾ അവര് ചിലര് അല്ലെങ്കിൽ പല ആൾക്കാർ പണ്ടത്തെ തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനും അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും അവരുടെ ആ ഒരു പരമ്പരാഗത കുലത്തൊഴില് ചെയ്യാനും ഒക്കെയുള്ള അവർ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെയാണ് അവർ ജീവിക്കുന്നത്. ജോലി സാർ ഞാൻ ഇപ്പൊ കയറിയതേ ഉള്ളൂ, എനിക്ക് ലാസ്റ്റ് ആവുമ്പോ ഇത് പറഞ്ഞു തരണേ സാർ. ഓക്കെ. അപ്പോ ഈ ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഇൻ കേരള, ആസ് പെർ ദ 1976 amendment of the Scheduled Tribe Act, there are 35 tribal groups in different parts of Kerala. അപ്പോ 1976 അമെൻമെന്റ് ആക്ട്, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബിനുള്ള അമെൻമെന്റ് ആക്ടില് അവര് 35 ട്രൈബൽ ഗ്രൂപ്പ്സിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് 35 ട്രൈബൽ ഗ്രൂപ്പ്സിനെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. The Paniyar tribes scattered in different districts is the largest. അതിൽ തന്നെ ഈ പണിയാർ എന്ന് പറയുന്ന ഒരു ട്രൈബ് അല്ലെ പണിയാർ എന്ന് പറയുന്ന ആ ഒരു ട്രൈബ്സ് ആണ് അവരെ ഏറ്റവും കൂടുതൽ ഈ നമ്മുടെ കേരളത്തിലുള്ളത്. അവർ പല പല ഡിസ്ട്രിക്റ്റിലായിട്ട് കിടപ്പുണ്ട്. അപ്പോ അവര് കൂടുതലും ഉള്ളത് ഈ ഒരു നമ്മുടെ കേരളത്തിലുള്ള പണിയാർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ആണ്. വീഡിയോ ഓൺ ആക്കി വൈ ഷാനു ദിയ. Every tribal society has its own language. Their dialects have no script. അപ്പോൾ ഓരോ ട്രൈബൽസിനും ഓരോ ട്രൈബൽ കമ്മ്യൂണിറ്റിക്കും അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടെ കേട്ടതുപോലെ ഇവിടെ ഇപ്പൊ മലയാള ട്രൈബ്സിന്റെ ഈ ഒരു കാര്യം, മലയാള ട്രൈബ്സ് സംസാരിക്കുന്ന രീതി ഇത്. പക്ഷെ ഇതുപോലെ ആയിരിക്കത്തില്ല വേറൊരു ട്രൈബ് സംസാരിക്കുന്നത്. അങ്ങനെ ഓരോ ട്രൈബ്സിനും ഓരോ രീതിയിലാണ് അവര് പെരുമാറുന്നത്, അല്ലെങ്കിൽ അവരുടെ സംസാര രീതിയും എല്ലാം വ്യത്യാസം ഉള്ളതാണ്. പക്ഷേ ഇവർക്കൊന്നും എഴുത്തില്ല, അതായത് സ്ക്രിപ്റ്റ് ഇല്ല, എഴുതാനുള്ള ഒരു ലാംഗ്വേജ് ഇല്ല. ഇത് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള ലാംഗ്വേജ് അവർ യൂസ് ചെയ്യുന്നത്. Every tribe, okay, listed below a few words using the Malaya tribes. നമ്മൾ നോക്കിയതാ മലയാള ട്രൈബ്സിന്റെ കുറച്ച് ലാംഗ്വേജ് അല്ലെങ്കിൽ കുറച്ച് വാക്കുകൾ അവരെന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ഇതിലൂടെ നോക്കിയത്. These are the words indicating family relation. Aren't they familiar to what we use today? ഇപ്പോ ഇതെന്ന് പറയുന്നത് നമുക്ക് അവരുടെ ആ ഒരു ഫാമിലി റിലേഷൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ലാംഗ്വേജ് ആണ്, അതല്ലെങ്കിൽ വാക്കുകളാണ് ഇത് നമ്മുടെ ഈ ഒരു ടൈമുമായിട്ട് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു നമ്മുടെ ഭാഷയുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ആൽഫിൻ എന്തോ പറ്റിടാ, കേൾക്കാൻ പറ്റുന്നില്ലേ? ലാംഗ്വേജ് ഇവിടെ ഈ നോക്കിയ ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ലാംഗ്വേജുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ സംസാരിക്കുന്ന ലാംഗ്വേജുമായിട്ട് കുറേയൊക്കെ സിമിലാരിറ്റി ഉണ്ട്. The tribes have their own peculiar lifestyle. ട്രൈബ്സിന് അവരവരുടേതായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലും എല്ലാം ഉണ്ട്. They lives in close contact with the nature.
അപ്പോൾ അവർ നാച്ചുറുമായിട്ട് അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ട് അത്രയും അടുത്ത് നിൽക്കുന്ന ഒരു ടീംസ് ആണ് നമ്മുടെ ട്രൈബ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഗോത്രവർഗക്കാർ എന്ന് പറയുന്നത്. Geographical features have an important role in formulating the social life of these people. Geographical features, അതായത് അവരുടെ നമ്മുടെ ആ ഒരു പ്രകൃതി അല്ലെങ്കിൽ ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ പ്രകൃതിയോട് അത്രയും അടുത്ത് നിൽക്കുന്നത് കൊണ്ട് ആ പ്രകൃതിയുടെ ഓരോ മാറ്റങ്ങളും അല്ലെങ്കിൽ ഓരോ ജോഗ്രഫിക്കൽ ക്യാരക്ടേഴ്സും അവരുടെ ആ ഒരു ലൈഫിനെ നല്ല രീതിയിൽ ഫോർമുലേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നല്ല രീതിയിൽ മാറ്റുവാനും അല്ലെങ്കിൽ ജീവിക്കുവാനുള്ള കുറെ കാര്യങ്ങൾ കൊടുക്കുവാനും ഉള്ള കാരണം ആയി. അവർക്ക് ആ ഒരു സോഷ്യൽ ലൈഫ് കിട്ടുന്നത് എങ്ങനെയാ? ഈ ഒരു ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സും അതിൽ പ്രധാനപ്പെട്ട റീസൺ ആയിരുന്നു. ഇത്രയിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നമ്മൾ ഇതുവരെ നോക്കിയാല്? സാർ ഇപ്പൊ പറഞ്ഞതൊന്നും കൂടെ പറഞ്ഞു തരണം. ഏതാ ഇപ്പൊ പറഞ്ഞു തീർന്നത്? ഓക്കെ. അതായത് ഇപ്പൊ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രകൃതിയിൽ ഉണ്ടാവുന്ന ഓരോ മാറ്റങ്ങൾ, അല്ലെങ്കിൽ പ്രകൃതിയോട് അത്രയും അവര് അടുത്ത് നിൽക്കുന്നത് കൊണ്ട് ആ ഒരു ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിന് അവരുടെ ആ ഒരു സോഷ്യൽ ലൈഫ് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവരുടെ ലൈഫിൽ കംപ്ലീറ്റ് ആയിട്ട് നല്ലൊരു റോള് വഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിലായിരിക്കും കാണുക, അല്ലെങ്കിൽ ആ ഒരു പെക്യൂലിയർ ക്ലൈമറ്റ് അതായിരിക്കും അവർക്ക് പറ്റുക. അല്ലെങ്കിൽ ഇപ്പോ ചിലപ്പോ ചില ടീംസ് ഹണ്ട് ചെയ്യുന്നവരുണ്ടാവും, ചിലര് ഇത് പഴങ്ങൾ മാത്രം, കാട്ടിൽ നിന്ന് പഴങ്ങളും കായലുകളും അതുപോലുള്ളത് മാത്രം എടുക്കുന്നവരുണ്ടാവും. അപ്പോൾ ഓരോ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, അതല്ലേ നമ്മൾ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുക. അപ്പൊ ഓരോ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സും അവരുടെ ലൈഫിന് അല്ലെങ്കിൽ ഓരോരുത്തരുടെ ലൈഫിനും അതിൻ്റെതായ രീതിയിൽ നല്ല റോള് വഹിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇതുവരെ ഉള്ളതിൽ എന്താ ഡൗട്ട് ഉണ്ടോ? ഇത്രയിലും ട്രൈബൽ കമ്മ്യൂണിറ്റി ഇല്ല. അപ്പൊ ഒബ്സർവ് ദി പിക്ചേഴ്സ്, ഒബ്സർവ് ദ ഫോളോയിങ് പിക്ചേഴ്സ്. അപ്പൊ അവർ യൂസ് ചെയ്യുന്ന ടൂൾസ് ഒക്കെയാണ് കണ്ടോ, അമ്പും വില്ലും, അതുപോലെ തന്നെ അവർ യൂസ് ചെയ്യുന്ന ഇതൊക്കെ കളക്ട് ചെയ്യാനുള്ള കുട്ട, പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ ടൂൾസ് അവർ യൂസ് ചെയ്യുന്ന ടൂൾസ്. വാട്ട് ഡു യു തിങ്ക് ദ ട്രൈബ്സ് യൂസ് ദീസ് ഇംപ്ലിമെന്റ്സ് ഫോർ? അപ്പൊ എന്തിനായിരിക്കും അവർ ഇത്തരത്തിലുള്ള ടൂൾസും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്യുന്നത്? എന്തിനായിരിക്കും? അവർക്ക് കാട്ടുജീവികളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. കാട്ടുജീവികളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്. വേറെ അവർക്ക് ആഹാരം തിന്നാനായിട്ട് ഉപയോഗിക്കപ്പെടാം. പിന്നെ പഴവർഗ്ഗങ്ങള് കളക്ട് ചെയ്യാൻ വേണ്ടി ആ കുട്ട ഉപയോഗിക്കാം. കളക്ട് ചെയ്യാനായിട്ട്. അഭിജിത്തെ എന്തിനൊക്കെ യൂസ് ചെയ്യുമായിരിക്കും? അമ്പ് വെച്ച് മൃഗങ്ങളെ വേട്ടയാടാം. ആദ്യം കാണിച്ചിരിക്കുന്ന പിക്ചർ വെച്ച് മൃഗങ്ങളെയൊക്കെ അടിച്ച് വെപ്പണായിട്ട് ഇറങ്ങി പൊളിച്ച് തറയിലിടാം. ഓക്കെ, വേറെ ഇത്ര തന്നെയാണോ? Write their uses below each of the pictures. ഇതിന്റെ അടിയിൽ 1, 2, 3 എഴുതിയിരിക്കുന്നിടത്ത് എഴുതാനാണ് പറയുന്നത്. Isn't it clear that the implements of the tribes are related to their surroundings? അവരുടെ ചുറ്റുപാട് അനുസരിച്ചാണ് അവരുടെ ആ ഒരു ഓരോന്നിന്റെ ഇംപ്ലിമെന്റേഷൻ, ഓരോ ടൂൾസിന്റെ ഇംപ്ലിമെന്റേഷൻ അവരെ ചെയ്യുന്നത്. The tribes were not of the habit of recording their history or the recording the knowledge they acquired. അപ്പൊ മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡൈവേഴ്സിറ്റീസ്, നമ്മൾ വേൾഡിൻ്റെതും അതുപോലെ തന്നെ ഹിസ്റ്ററി അല്ലെങ്കിൽ മെഡീവൽ കേരള, ഇതെല്ലാം നമ്മൾ പഠിച്ച സമയത്ത് മനസ്സിലാക്കാൻ സാധിച്ചു എന്താ, അവരുടെ ഹിസ്റ്ററി അവരെന്ത് പഠിച്ചു അതിനെല്ലാം അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ? പലയിടത്തും എഴുതി വെക്കുക, അവരുടേതായ ലിപികളിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ പടം വരച്ച് വെക്കുക, അങ്ങനെയുള്ള കാര്യത്തിൽ അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു റെക്കോർഡിങ് ഉണ്ടായിട്ടില്ല.
അവരുടെ കാര്യത്തിൽ, ട്രൈബ്സിന്റെ കാര്യത്തിൽ അവർക്ക് റെക്കോർഡ് ചെയ്ത് വെക്കാനായിട്ടോ അല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും വരച്ച് സൂക്ഷിച്ചു വെക്കാനോ അങ്ങനെയൊന്നും ഇവർക്കിത് സാധിച്ചിട്ടില്ല. Hence their myths, folk songs and local knowledge are not that familiar to others. അതുകൊണ്ട് തന്നെ ഇവരുടെ ആ ഒരു ലോക്കൽ ലാംഗ്വേജ്, ലാംഗ്വേജ് മാത്രമല്ല അവരുടെ ആ ഒരു കഥകളും അതുപോലെ തന്നെ അവരുടെ പാട്ടുകള് അല്ലെങ്കിൽ അവർക്കുണ്ടായിട്ടുള്ള അറിവുകള് അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ ചേഞ്ചസ് ഉണ്ടായി എന്നുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ പുറം ലോകത്തിന് അങ്ങനെ അറിയത്തില്ല. ഇത് അവർക്ക് അവരുടെ ആ ഒരു ഇതിൽ പെടുന്ന ആൾക്കാർക്ക് മാത്രമേ അത് അറിയാൻ പറ്റുന്നുള്ളൂ. Their ethnic art forms and rituals still prevail, though with changes. അപ്പോ അവരുടെ ആ ഒരു എത്നിക് ആർട്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ശൈലിയും അവരുടെ ആ ഒരു കലാരൂപങ്ങളും എല്ലാത്തിന് ഇപ്പോഴും നിലനിൽപ്പുണ്ട്, അല്ലെ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ പല ഫോം ചേഞ്ചസും ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്താണ് അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈല് അവർക്ക് അവരുടെ ആ ഒരു ആർട്ടും അല്ലെങ്കിൽ അവരുടെ ഡാൻസ്, പാട്ട് ഇതെല്ലാം നടക്കുന്നത്. ഇങ്ങനെ അവർക്ക് ഇങ്ങനെ എഴുതി വെക്കാനുള്ള ഇതൊന്നുമില്ല. അപ്പൊ ഓരോരുത്തർ പാടുന്നതിനനുസരിച്ച് അല്ലെങ്കിൽ അതിങ്ങനെ വ്യത്യാസം വന്നുകൊണ്ടേ ഇരിക്കും. Read a nature song of the Malaveda tribe in Kerala. അപ്പോ ഇതില് ഇപ്പൊ മലവേദ എന്ന് പറയുന്ന ഒരു മലവേട എന്ന് പറയുന്ന ഒരു ട്രൈബിന്റെ ഒരു പാട്ടാണ് ഇവിടെ അവർ കൊടുത്തിരിക്കുന്നത്. അത് ആരെങ്കിലും ഒരാൾ വായിച്ചേ ഇത്? ഷാനു? ഞാൻ വായിക്കാം. ചെമെന്തു ചെയ്തേലേത് സാർ പറ്റുന്നില്ല. మెందు ചെയ്തേലേല ഒരു മീന്തു ചത്തുപോയേലേല ചത്ത മീന്തു എന്ത് ചെയ്തേലേല ഒരു പരന്തു റാഞ്ചി പോയേലേല ആ മീന്തു എന്ത് ചെയ്തേലേല ഇരുളു മറന്നു പോയേലേല അമ്മരം എന്തു ചെയ്തേലേല ചെറു മീന്തു താനും പോയേലേല കലമ്പുഴയില് താന്തു പോയേലേല കലമ്പുഴയില് താന്തു പോയേലേല. ഇതെന്ന് പറയുന്നത് അത്തരത്തിലുള്ള ആ ഒരു കവിത. ഒരു നമുക്കായാലും മീനെന്ന് പറയുന്നത്, മീൻ എന്ന് പറയുന്നത് ചിലപ്പോ അവർ മീനെന്നായിരിക്കും ഉദ്ദേശിച്ചത്. അടുത്ത് പരുന്ത് ഉണ്ട്. അപ്പോ അതിന് ഒരു കഥ അവരവിടെ പാട്ടാക്കി എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ ആ ഒരു ലൈഫിൽ കംപ്ലീറ്റ് ആയിട്ട് അവരത് കാണിക്കുന്നുമുണ്ട്. അപ്പോ ഇതാണ് അവരുടെ. അപ്പൊ ഇത്തരത്തിലുള്ള ആ ഒരു വ്യത്യാസങ്ങളാണ് നമ്മുടെ ഈ ഒരു പാട്ടിലൂടെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പൊ ആൽഫിനത് വായിച്ചു, ചിലപ്പോ ഞാൻ വായിച്ചെങ്കിൽ എനിക്ക് പോലും വായിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇത് നമുക്ക് മിക്കവർക്കും ചിലപ്പോൾ അത് വായിച്ച് മനസ്സിലാവത്തില്ല, അല്ലെങ്കിൽ എന്തെന്ന് പോലും പിടികിട്ടത്തില്ല. അപ്പൊ അത്തരത്തിലാണ് അവരുടെ ലാംഗ്വേജും എല്ലാം നടക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പൊ collect such tribal folk songs prevalent in Kerala and present them in your class. അപ്പൊ അത്തരത്തിലുള്ള ഫോക്ക് സോങ്സ് കളക്ട് ചെയ്യാനാണ് നിങ്ങളടുത്ത് പറയുന്നത്. The place where the tribal people live together is known as ഊര്. അപ്പൊ ഇത് നിങ്ങൾക്ക് കഥയായിട്ട് പഠിക്കാനുള്ള സാധനങ്ങൾ. അപ്പൊ ആദ്യം ഈ ട്രൈബൽ പീപ്പിൾസ് ജീവിച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ പേര് അത് ഊര്. ഈച്ച് ഊര് ഹാസ് എ ലീഡർ. ഓരോ ഊരിനും ലീഡർ ഉണ്ട്. അതിനെ നമ്മൾ ഊര് മൂപ്പൻ എന്ന് പറയും. അപ്പോ ഒരു നാടുണ്ട്, ആ ഊരിന് ഒരു ഊര് മൂപ്പൻ ഉണ്ടാവും. People respectively call him ഊര് മൂപ്പൻ. The മൂപ്പൻ or a group of senior members including the മൂപ്പൻ look after the administration of the ഊര്. അപ്പോ നമ്മളെ അവിടുത്തെ പഞ്ചായത്ത് പോലെ തന്നെയാണ് അവിടുത്തെ ഇത് ഊര്, അല്ലെങ്കിൽ ഏറ്റവും മുതിർന്ന ഒരാളായിരിക്കും ഊര് മൂപ്പൻ. അതുപോലെ തന്നെ കുറെ മൂപ്പന്മാരെ അവിടെ കാണും. പുലിമുരുകൻ സിനിമയിലുള്ള പോലെയാണോ? എന്താടാ? പുലിമുരുകൻ സിനിമയിലുള്ള പോലെയാണോ? അത് തന്നെ സെയിം അതുപോലെ തന്നെ. അപ്പൊ അതിലെന്ന് പറയുന്ന ഒരു ഊര് മൂപ്പനുണ്ട്. അപ്പൊ അതേപോലെ തന്നെയാണ് ഓരോ നാടിനും അല്ലെങ്കിൽ ഓരോ ഊരിനും ഓരോ ഏരിയക്കും ഓരോ മൂപ്പന്മാർ, അല്ലെങ്കിൽ ഓരോ ട്രൈബൽ കമ്മ്യൂണിറ്റിക്കും ഓരോ മൂപ്പന്മാർ അവിടെ കാണും. അപ്പൊ അവരായിരിക്കും അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തേണ്ടത്. അല്ലെങ്കിൽ നമുക്കൊരാവശ്യം, ഒരു പരാതി ഉണ്ടെങ്കിൽ അത് തീർക്കുന്നത് അവരായിരിക്കും. അല്ലാതെ അവിടെ എന്ന് പറയുന്ന കോടതി ഇതൊന്നും അവിടെ വർക്ക് ആവത്തില്ല. അപ്പൊ ഇതെല്ലാം ചെയ്യുന്നത്
ഇത്തരത്തിലുള്ള ഒരു മൂപ്പന്മാര് ആയിരിക്കും. Either the മൂപ്പൻ or the elderly group will have the supreme power in taking decisions or matters like marriage, other disputes, custom, rituals, etc. ഞാൻ പറഞ്ഞില്ലേ, അതായത് ഓരോ മൂപ്പന്മാർക്കുമാണ് അവിടുത്തെ ആ ഒരു ഏറ്റവും വലിയ പവർ ഉള്ളത്. അല്ലെങ്കിൽ അവർക്ക് ഓരോ തീരുമാനങ്ങൾ എടുക്കും. ഒരാളെ ശിക്ഷിക്കണമെങ്കിലും അവർക്ക് ശിക്ഷിക്കാൻ പറ്റും. അല്ലെങ്കിൽ അവിടുത്തെ കല്യാണം നടത്തുന്നത്, അല്ലെ അതിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നത്, ബാക്കി പ്രശ്നങ്ങൾ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിനൊരു ഒത്തുതീർപ്പ് ഉണ്ടാക്കുന്നത്, അവിടുത്തെ ആ ഒരു രീതികൾ എല്ലാം തന്നെ അവരുടെ ആ ഒരു എന്ത് പറയാൻ, ഈ ഒരു മൂപ്പൻ അല്ലെങ്കിൽ എൽഡർലി പീപ്പിൾ അവരായിരിക്കും അത് തീരുമാനിക്കുക, അല്ലെങ്കിൽ അവരായിരിക്കും അത് ചെയ്യുക. വിസിറ്റ് യുവർ നിയർ ബൈ ട്രൈബൽ വില്ലേജ് എന്തായാലും അത് നടക്കത്തില്ല, അതുകൊണ്ട് അത് വേണം. അപ്പൊ അതാണ് ഊര് അല്ലെങ്കിൽ ഊര് മൂപ്പൻ എന്ന് പറയുന്നത്. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതായത് അത് കൺഫ്യൂസ്ഡ് അവിടെ ജസ്റ്റ് കഥ പോലെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഒരു ഊരുണ്ട്, അവിടെ ഒരു ഊര് മൂപ്പനുണ്ട്. ആ മൂപ്പൻ എന്ന് പറയുന്നത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് കണക്കാക്കിയാൽ മതി. പിന്നെ അവിടുത്തെ കുറച്ച് എൽഡർലി പീപ്പിൾ ഉണ്ട്, അവരെന്ന് പറയുന്നത് പഞ്ചായത്ത് മെമ്പേഴ്സ്, ഓരോ വാർഡിന്റെയും പഞ്ചായത്ത് മെമ്പേഴ്സ് എന്ന് വെച്ചോ. അപ്പൊ അവിടെ എല്ലാ കാര്യങ്ങളും കൺസിഡർ ചെയ്യുന്നത് ആരാ, അല്ലെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതും എല്ലാം ചെയ്യുന്നത് ആരാ, നമ്മുടെ ഊര് മൂപ്പൻ ആണ്, അല്ലെങ്കിൽ ആ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഊര് മൂപ്പൻ ആണ്. അത്രേ ഉള്ളൂ. അടുത്ത് നമ്മൾ ഇത് പഠിക്കാൻ പോകുന്നതാണ് റൂറൽ കമ്മ്യൂണിറ്റി. ഇപ്പൊ നമ്മൾ ട്രൈബൽ കമ്മ്യൂണിറ്റി പഠിച്ചു, അത് കഴിഞ്ഞിട്ട് അടുത്ത കമ്മ്യൂണിറ്റിയാണ് റൂറൽ കമ്മ്യൂണിറ്റി. റൂറൽ കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത് എന്താ പറയാന്, അതിന്റെ കറക്റ്റ് മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമം, അതായത് ഗ്രാമവാസികൾ, ഗ്രാമത്തിൽ ജീവിക്കുന്നവർ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പിക്ചർ കണ്ടില്ലേ, എവിടെ ഫസ്റ്റ് പിക്ചർ കണ്ടോ, ഇത് രണ്ടാമത്തെ ട്രൈബൽ കമ്മ്യൂണിറ്റി, ഇത് ആദ്യത്തത് നമ്മുടെ ഇത് ഗ്രാമവാസികൾ, അതുപോലെ തന്നെ അതായത് റൂറൽ കമ്മ്യൂണിറ്റി. പിന്നെ അടുത്താണ് അർബൻ കമ്മ്യൂണിറ്റി വരുന്നത്. Given below is the picture drawn by Meena, an 11-year-old girl. 11 വയസ്സുള്ള ഒരു കുട്ടി വരച്ച പടമാണ്. The theme of the drawing is her village. അവളുടെ വില്ലേജ് ആണ് അവൾ വരച്ചിരിക്കുന്നത്. Observe the picture carefully. What are the peculiar features of the lifestyle she has depicted? അപ്പൊ ഇതില് അവര് ഈ ഒരു പിക്ചർ നോക്കിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയൊക്കെ ആയിരിക്കും എന്നതിൽ ഇതിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? അവർക്ക് വേണ്ടത് അവര് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ട അവര് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഓക്കെ. അത് അവിടെ വാഹനങ്ങളൊന്നും ഇല്ല, അത് കാളയാണ് ഓരോ സാധനങ്ങൾ വലിച്ചോണ്ട് വന്നത്. ഓക്കെ, അങ്ങനെ വാഹനങ്ങളില്ല, അല്ലെങ്കിൽ വാഹനങ്ങൾ വളരെ കുറവാണ്. ഒരാള് മരത്തിന്റെ ചുവട്ടിലിരുന്ന് യോഗ ചെയ്യുന്നുണ്ട്. സാർ അത് കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കലാണെന്ന് തോന്നുന്നു. എവിടെ 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 ഈ മുകളിലുള്ളതല്ലേ? കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഒരു മുത്തശ്ശിയാണെന്ന് തോന്നുന്നു. ഇവിടെ ഇരിപ്പുണ്ട്, അവർക്ക് കഥയാണെന്നെങ്കിലും കേൾക്കുന്നതാവാം. ഗ്രാമമല്ലേ, അപ്പൊ സ്കൂളൊന്നും ഇല്ലല്ലോ. വീടുണ്ട്, കുറെ കുട്ടികൾ പട്ടാൻ പറപ്പിക്കുന്നുണ്ട്. കുട്ടികളെല്ലാം ഇവിടെ ചന്തയിലേക്ക് സാധനങ്ങൾ എന്തോ കൊണ്ടുപോകുന്നു തോന്നുന്നു. ചന്തയിൽ സാധനങ്ങൾ കൊണ്ടുപോകുന്നു. അപ്പൊ അത്തരത്തിൽ കൊണ്ടുപോകുന്ന എങ്ങനെയാ, കാളവണ്ടിയുണ്ട്, ധാരാളം മരങ്ങളുണ്ട് ഇവിടെ. ഇതാ അരിയും കാര്യങ്ങളും എല്ലാം. ഒരു ഐസ്ക്രീം വണ്ടിയുണ്ട്. ഐസ്ക്രീം വണ്ടി, ഓക്കെ, ഐസ്ക്രീം വണ്ടി ഉണ്ട്. അവിടെ എന്താ സൗണ്ട് കേൾക്കുന്നേ? എന്റെ ചേച്ചിയുടെ മോള് ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ട്, പരീക്ഷയാണ്, അതാണ് ശ്രദ്ധ. ഓക്കെ 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 ഓക്കെ. അപ്പൊ അവളെ ടീച്ചർ സംസാരിക്കണെന്ന് കേൾക്കുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ മ്യൂട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. അപ്പൊ അത് സംസാരിക്കാൻ മാത്രം അൺമ്യൂട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഈ ഒരു സൗണ്ട് കേട്ടോണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലാണ് ഒരു ഗ്രാമം അല്ലെങ്കിൽ ആ ഒരു റൂറൽ വില്ലേജ് ഉള്ളത്. അപ്പൊ ഇവിടെ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു അഗ്രികൾച്ചർ, എന്തൊക്കെ ആക്ടിവിറ്റീസ് ഇവിടെ നടക്കുന്നത്? എന്തൊക്കെ ആക്ടിവിറ്റീസ് നടക്കുന്നത്?
ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? നെൽക്കതിരൊക്കെ. ആ എടാ ഇവിടെ അതായത് ഈ പിക്ചർ നോക്കിയിട്ട് ഇവിടെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാ നടക്കുന്നത് പറഞ്ഞു. കൾട്ടിവേഷൻ പേടി കൾട്ടിവേഷൻ ആ ഒരു പേടി അതുപോലെ പിന്നെ പൗണ്ടിങ് പേടി അവര് എടുത്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട്, അതിനെല്ലാം എടുക്കുന്നുണ്ട്. പിന്നെ ഹെൻസ്, അപ്പോ കോഴികളെയൊക്കെ പരിപാലിക്കുന്നുണ്ട്, അത്തരം കാര്യങ്ങൾ. അതർ ആസ്പെക്ട്സ് ബാക്കിയുള്ള കാര്യങ്ങളാണ് ഇത്. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒരു ബുള്ളോക്ക് കാർട്ട് ഈസ് മൂവിങ്, പിന്നെ ചിൽഡ്രൻ ഫ്ലൈയിങ് കൈറ്റ്സ്, പിള്ളേരെ കളിക്കുന്നുണ്ട്. ആദ്യ products are taken to the market. Okay, products are taken to the market. A meeting under the tree. There are some children flying kites. Flying kites, right? അപ്പൊ അത്തരത്തിലുള്ള കുറെ ഫീച്ചേഴ്സ് ഇതിലൊന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അത് നിങ്ങൾ എഴുതുക. ഇതിൽ എന്തൊക്കെയാണ് ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? അഗ്രികൾച്ചർ റിലേറ്റഡും അല്ലാത്ത കാര്യങ്ങൾ ഇവിടെ എഴുതാൻ പറ്റും. What do you understand about the meaning of community? What do you call such community? Okay. ഈ ഒരു കമ്മ്യൂണിറ്റി നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ഈ ഒരു പിക്ചർ നോക്കിയിട്ട് ഈ ഒരു കമ്മ്യൂണിറ്റി എന്തെന്ന് പറയാൻ പറ്റും? നമ്മളിപ്പോ ഏത് കമ്മ്യൂണിറ്റിയെ കുറിച്ചാ പഠിക്കുന്നേ? സാർ കേട്ടില്ല. നമ്മളിപ്പോ ഏത് കമ്മ്യൂണിറ്റിയെ കുറിച്ചാ പഠിക്കുന്നേ? റൂറൽ കമ്മ്യൂണിറ്റി. അപ്പൊ റൂറൽ കമ്മ്യൂണിറ്റി ആണ് നമ്മുടെ ഈ മീനെ ഇവിടെ വരച്ചു വച്ചിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെയായിരിക്കും ആ റൂറൽ കമ്മ്യൂണിറ്റിയുടെ മേജർ ഫീച്ചേഴ്സ്? അപ്പൊ നമ്മൾ നേരത്തെ ട്രൈബൽ കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് പല കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഉള്ള രീതിയിലുള്ള ലൈഫ് സ്റ്റൈൽ ഉണ്ട്, അതെല്ലാം. അപ്പൊ നമ്മുടെ ഈ റൂറൽ കമ്മ്യൂണിറ്റിക്ക് എന്തൊക്കെയായിരിക്കും അവിടുത്തെ ഒരു മേജർ ഫീച്ചേഴ്സ്? എന്തൊക്കെയായിരിക്കും? സിമ്പിൾ ലൈഫ് സ്റ്റൈൽ, സിമ്പിൾ ഡ്രസ് ആൻഡ് സിമ്പിൾ ലൈഫ് സ്റ്റൈൽ. ലൈഫ് ഈസ് ബേസ്ഡ് ഓൺ അഗ്രികൾച്ചർ. അവരുടെ ആ ഒരു ലൈഫ് എന്ന് പറയുന്നത് ആയിരിക്കും. കീപ് ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ്. അവർക്ക് എന്ന് പറയുന്നത് അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ഫോണൊന്നും ഉപയോഗിക്കത്തില്ല അങ്ങനെ. അപ്പൊ അവര് പരസ്പരം കണ്ടുള്ള ആ ഒരു രീതിയിലൊക്കെയാണ്. അപ്പൊ അവർക്ക് പരസ്പരം നല്ലൊരു സഹകരണത്തോടു കൂടെയൊക്കെ ആയിരിക്കും അവരുടെ ആ ലൈഫ് സ്റ്റൈലും എല്ലാം. അവിടെ വെഹിക്കിൾസ് ഇല്ല. വെഹിക്കിൾസ് ഇല്ല എന്ന് പറയാൻ പറ്റില്ല, കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു. ഗ്രാമത്തിൽ ചിലപ്പോ ഒരു സൈക്കിളായാലും ഒരു വെഹിക്കിൾ അല്ലേ, അല്ലെങ്കിൽ ഒരു ബൈക്ക് കാണും. പക്ഷെ അതൊക്കെ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അപ്പൊ അത്രയും പണക്കാർക്ക് മാത്രമേ അവിടെ അത് കാണത്തുള്ളൂ. Let us examine the features of the traditional rural society. ഒരു പണ്ടത്തെ ആ ഒരു ട്രഡീഷണൽ ആ റൂറൽ സൊസൈറ്റി എങ്ങനെയാണ്, അല്ലെ ഗ്രാമം എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. People of rural areas are close to each other and know each other. അവർക്ക് പരസ്പരം അറിയായിരിക്കും, ആൾക്കാരായിട്ട് പരസ്പരം അറിയായിരിക്കും. അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിരിക്കും. അവരുടെ വസ്ത്ര രീതി എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ ആയിരിക്കും. ആൽഫിനെ അവിടെ ഇഷ്യൂ ആണോടാ? സാറ് ചിലപ്പോൾ നെറ്റ് തീരാറായാണ്ടിരിക്കും. നമ്മൾ എല്ലാ മാസം 1-ാം തീയതി നെറ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നെറ്റ് തീരാറായാണ്ടിരിക്കും. Agriculture and allied activities are the important occupation of traditional rural communities. അപ്പോ ഇവരുടെ ആ ഒരു റൂറൽ കമ്മ്യൂണിറ്റിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് അഗ്രികൾച്ചറും അത്തരത്തിലുള്ള ആക്ടിവിറ്റീസും ആണ് അവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇത് മേജർ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത്. അഗ്രികൾച്ചറും അല്ലെ അത്തരത്തിലുള്ള കൈത്തൊഴിൽ അല്ലെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള തൊഴിലുകൾ, പ്രത്യേകിച്ചും അഗ്രികൾച്ചർ തന്നെയാണ് അവരുടെ ആ റൂറൽ കമ്മ്യൂണിറ്റിയിൽ വരുന്നത്.
കാറ്റൽ റെയറിംഗ് ആൻഡ് ഹാൻഡിക്രാഫ്റ്റ്സ് ആർ ഓൾസോ ദർ മീൻസ് ഓഫ് ലൈഫ്. അപ്പോ ഈ കാറ്റൽ റെയറിംഗ്, ഈ കന്നുകാലി വളർത്തല്, അതുപോലെ തന്നെ ഹാൻഡിക്രാഫ്റ്റ്, അത് കൈത്തൊഴിലുകൾ, ഈ കുഞ്ഞു കുഞ്ഞു കൈത്തൊഴിലുകൾ, ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി വിൽക്കുക, നമ്മുടെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള തിങ്സ്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും അവരുടെ ആ ഒരു ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടെ മീൻസ് ഓഫ് ലൈഫ്, അതായത് ലിവിങ്, അതായത് അവരുടെ ജീവിത മാർഗങ്ങൾ എന്ന് പറയും, ഉപജീവന മാർഗം എന്ന് പറയുന്നത്. അത് മനസ്സിലായാലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അനുജ 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 എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പൊ ഇതുവരെ ഉള്ളതിൽ എന്താ ഡൗട്ട് ഉണ്ടോ? നോ സാർ. No, sir. Can you identify some of the occupations that were prevalent in villages? അപ്പൊ നമ്മൾ വില്ലേജുകളിൽ നടക്കുന്ന, അല്ലെങ്കിൽ വില്ലേജുകളിൽ കണ്ടുവരുന്ന ചില ജോലികളും ഒക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വില്ലേജുകളിൽ നടന്നു വരുന്നത് അല്ലെങ്കിൽ നടക്കാറുള്ളത് ഇല്ലേ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞേ. അഗ്രികൾച്ചർ. ഓക്കെ, പക്ഷെ ഇതില് ചില തൊഴിലുകൾ, ഓക്കെ, അഗ്രികൾച്ചർ മെയിൻ സോഴ്സ് ഓഫ് ഇത് തന്നെയാണ്. പിന്നെ അഗ്രികൾച്ചർ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അതുപോലെ തന്നെ കുറെ അഗ്രികൾച്ചർ, അത് ഓക്കെ, പാഡി കൾട്ടിവേഷൻ, അത് നമുക്ക് അഗ്രികൾച്ചറിൽ നമുക്ക് പെടുത്താം. അതെല്ലാം കൂടെ ചെറുത് അഗ്രികൾച്ചർ. അതുപോലെ വേറെ എന്തൊക്കെ ചെയ്യുന്ന ഇത് കണ്ടിട്ടുണ്ട്? നമ്മുടെ ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നോക്കിയാൽ മതി, അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വർക്കുകൾ എന്തൊക്കെയായിരിക്കും? കന്നുകാലിയെ വളർത്തുന്നത്, കാറ്റൽ റെയറിംഗ്, റൈറ്റ്. വേറെ കോഴികളൊക്കെ വളർത്തി റൈറ്റ്. അപ്പൊ അത് കോഴികളെയൊക്കെ നോക്കിയിട്ട്, ഈ ഹെന്നും അതുപോലെയൊക്കെ നോക്കിയിട്ട് എഗ് ഒക്കെ വിൽക്കുന്ന ആ ഒരു ഇതൊക്കെ ശരിയാണ്. വേറെ വീട് വ്യത്യസ്തമല്ലേ നമ്മളെ വീടിനേക്കാളും? അത് ശരിയാ. പക്ഷെ ഇവിടത്തെ ചോദ്യം എന്തൊക്കെ ഒക്കുപേഷൻ എന്നല്ല, ഏതൊക്കെ ജോലികൾ ചെയ്യുന്ന. അപ്പോഴും വീടിന്റെ കാര്യം നമുക്ക് ഇപ്പൊ ഇവിടെ പറയാൻ പറ്റത്തില്ല. വേറെ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ഇപ്പൊ പപ്പട നിർമ്മാണം കൂടുതലും അവര് ഗ്രാമപ്രദേശങ്ങളിലായിരിക്കും അവരത് ചെയ്യുക. പപ്പട മേക്കിംഗ് പപ്പടാസ്, അല്ലെ സോറി പപ്പട അവര് നിർമ്മിക്കുന്നത്. അതുപോലെ കുറച്ച് അങ്ങോട്ട് മാറി മീൻ പിടിക്കുന്നില്ലേ? അവര് അത് കൂടുതലും നമ്മുടെ കോസ്റ്റൽ റീജിയനിലുള്ളവരാ. റൂറൽ കമ്മ്യൂണിറ്റീസിൽ അങ്ങനെ അത്ര വരാറില്ല. കാര്യം കോസ്റ്റൽ റീജിയനിലാണ് അവരുടെ ആ ഒരു മീൻപിടുത്തവും അതൊക്കെ. അപ്പൊ അത്തരത്തിലുള്ള കുറെ വർക്ക്സും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ കാണാൻ പറ്റും. ജോയിന്റ് ഫാമിലി സിസ്റ്റം ഹാഡ് ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ഇൻ ദ ട്രഡീഷണൽ വില്ലേജസ്. അപ്പൊ അവിടുത്തെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക. അപ്പൊ അവിടുത്തെ പണ്ട് കാലത്തുള്ള ആ ഒരു വില്ലേജില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ജോയിന്റ് ഫാമിലി സിസ്റ്റം. അപ്പൊ ജോയിന്റ് ഫാമിലി സിസ്റ്റം എന്ന് പറയുമ്പോൾ ഈ വീട്ടിലുള്ള എല്ലാവരും, ഇപ്പൊ നമ്മളാണെങ്കിൽ ഇപ്പൊ നമ്മുടെ വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ അമ്മ, അച്ഛൻ, 2 മക്കൾ, അല്ലെങ്കിൽ ചിലപ്പോ ഗ്രാൻഡ് പാരന്റ്സ്, ഇത്ര പേരെ കാണത്തുള്ളൂ. 4 പേരോ അല്ലെ 5 പേരോ ഒക്കെ കാണത്തുള്ളൂ. പക്ഷെ പണ്ടത്തെ കാലത്താണെങ്കിൽ ചിലപ്പോ 10-100 പേര്. ജോയിന്റ് ഫാമിലിയാണ്. ജോയിന്റ് ഫാമിലി എന്ന് പറയുമ്പോൾ എല്ലാരും കൂടെ ഒരുമിച്ച് ജീവിക്കുന്ന, അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഫുള്ളായിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന ആ ഒരു രീതി, അതിനെയാണ് നമ്മൾ ജോയിന്റ് ഫാമിലി എന്ന് പറയുക. അപ്പോ അത്തരത്തിലുള്ള ആ ഒരു സിസ്റ്റം ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. Many rural joint families had their own traditional occupation undertaken by their clan. അപ്പൊ പല ജോയിന്റ് ഫാമിലിയിലും അല്ലെങ്കിൽ അവരുടെ കാര്യത്തില് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യമാണ്, അവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈലില് അവരുടേതായ തൊഴിലുകളും എല്ലാം തന്നെ അവർക്ക് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അവർക്ക് അവരുടേതായ തൊഴിലുകളും, അല്ലെങ്കിൽ സ്വയമായിട്ട് കണ്ടെത്തിയ ഒരു തൊഴിൽ, അല്ലെങ്കിൽ ആ ഒരു ഫാമിലി മാത്രമായിരിക്കും ആ ഒരു തൊഴിൽ അവിടെ ചെയ്യുക. അത്തരത്തിലുള്ള ആ ഒരു പരമ്പരാഗതമായ ഒരു ഫാമിലി സിസ്റ്റം അവർക്ക് അവിടെ ഉണ്ടായിരുന്നു.
Villagers give importance to neighborhood relations. They share and care for each other's happiness and sorrow. Generally, all of them take part of in rituals and festivals. അപ്പൊ വില്ലേജസ് ആണെങ്കിൽ ഈ നൈബർഹുഡ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ അടുത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് അവരുമായിട്ടൊക്കെ നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ അവർക്ക് ഇത് ഇപ്പൊ അടുത്ത് താമസിക്കുന്നവരെ കെയർ ചെയ്യാനും സംരക്ഷിക്കാനും അവരുടെ സന്തോഷത്തിലും സങ്കടത്തിലും ഒക്കെ പങ്കുചേരാനും എല്ലാത്തിനുമുള്ള ഒരു അവസരം, അല്ലെങ്കിൽ അവര് ആ രീതിയിലാണ് ജീവിച്ചിരുന്നത്. എല്ലാവർക്കും സഹകരണവും എല്ലാ കാര്യത്തിലും പരസ്പരം സഹകരിച്ച് ഈ രീതിയിലായിരുന്നു അവിടെ ജീവിച്ചിരുന്നത്, അല്ലെ അവരവിടെ ജീവിക്കുന്നത്. പിന്നെ അവരുടെ ആ ഒരു ഫെസ്റ്റിവൽസും എല്ലാം വരുമ്പോൾ ജാതിവെന്നോ മതമെന്നോ ഒരു വ്യത്യാസം ഇല്ലാതെ അവരെല്ലാരും തന്നെ ഒരുമിച്ച് ആ ഒരു ഫെസ്റ്റിവൽസ് കൊണ്ടാടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. വില്ലേജസ് ഹെൽപ്പ് അതേഴ്സ് ആൻഡ് കോപ്പറേറ്റ് വിത്ത് ഈച്ച് അതർ. അപ്പോൾ അവർ പരസ്പരം സഹായിക്കുകയും അവർ തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും അവർ ശ്രദ്ധിക്കാറുണ്ട്. അല്ലെങ്കിൽ അവരെല്ലാ കാര്യത്തിലും അവർ പരസ്പരം പങ്കെടുക്കുകയും ചെയ്യും. ഫെസ്റ്റിവൽസ് ഹാവ് എ ഗ്രേറ്റ് പ്ലേസ് ഇൻ ദ വില്ലേജ് ലൈഫ്. അവരുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയായിരുന്നു ഫെസ്റ്റിവൽസ് എന്ന് പറയുന്നത്. ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽസ് വേർ ദ മേജർ സെലിബ്രേഷൻ ഇൻ ദ വില്ലേജസ്. പ്രത്യേകിച്ചും ഈ അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സ് എടുക്കുമ്പോൾ, അല്ലെ ഹാർവെസ്റ്റ് അല്ലെങ്കിൽ ഇത് വിളവെടുക്കുന്ന സമയം, അല്ലെങ്കിൽ കൊയ്ത്തുത്സവം, നമ്മുടെ നെല്ലും അരിയൊക്കെ കൊയ്തെടുക്കുന്ന ആ ഒരു സമയം, അതൊക്കെ അവർ ഭയങ്കര ഉത്സവമായിട്ടാണ് കൊണ്ടാടുന്നത്. അല്ലാതെ ഇന്നത്തെ കാലത്തെ പോലെ മെഷീൻസോ ചെയ്യാറുണ്ട് സാർ. എന്താ കേട്ടില്ല? അവര് പോലെയൊക്കെ തട്ടം വെച്ച് ഒഴിയാറൊക്കെ ഉണ്ടല്ലോ. അതെ. അതാണ് അവരുടെ ആ ഒരു രീതികളും എല്ലാം അതാണ്. അപ്പൊ അതൊക്കെ എന്ന് പറയാൻ എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇപ്പോ ഈ കൊയ്ത്ത് കാലത്താണെങ്കിൽ അവരെല്ലാരും കൂടെ പോയി കൊയ്യും. അല്ലാതെ മെഷീൻസ് ഒന്നും യൂസ് ചെയ്യത്തില്ല. എന്നിട്ട് എല്ലാരും കൂടെ അതെല്ലാം ചെയ്യും. എന്നിട്ട് അവരെല്ലാരും കൂടെ വീതിച്ചെടുക്കും. അവർക്ക് ആവശ്യത്തിന് ആഹാരം കിട്ടും. ആ രീതിയിലായിരുന്നു അവരുടെ ആ ഒരു സിസ്റ്റം പോയിക്കൊണ്ടിരുന്നത്. ഇന്ത്യ കണ്ടിന്യൂസ് ടു ബി ലാൻഡ് ഓഫ് വില്ലേജസ്. ഇന്ത്യ എന്ന് പറയുന്നത് ഈ ഒരു ഇന്നും ഗ്രാമങ്ങളുടെ നാട് തന്നെയാണ്. ബട്ട് മെനി ഓഫ് ദ വില്ലേജസ് ആർ ഗെറ്റിംഗ് ട്രാൻസ്ഫോംഡ് ഇൻ ടൗൺസ് ആൻഡ് സിറ്റീസ്. It is also noticed that many features traditional villages are vanishing now. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ ഈ ഒരു വില്ലേജും എല്ലാം തന്നെ അത് മാറിക്കൊണ്ടിരിക്കുക. ആ വില്ലേജ് എല്ലാം എന്ന് പറയുന്നത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. അപ്പോ അവർക്ക് നമ്മുടെ ഈ ഒരു വില്ലേജ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി മാറുന്നുണ്ട്. അത് മാത്രമല്ല, അത് ടോട്ടലി ചേഞ്ച് ആവുന്നത് ഇപ്പൊ സിറ്റീസ് ആയിട്ടും ടൗൺസ് ആയിട്ടും ഒക്കെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പല പഴയ കാലത്തുള്ള ആ ഒരു വില്ലേജുകളും ഇവിടെ നമുക്ക് നഷ്ടമാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ പല വില്ലേജുകളും ഇന്നത്തെ കാലത്ത് നഷ്ടമാകുന്നതായിട്ട് കാണാൻ നമുക്ക്. അതാണ് ഈ വില്ലേജസ്. അപ്പൊ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആർക്കെങ്കിലും ഇല്ല? അപ്പൊ ഇതെന്ന് പറയുന്നത് നിങ്ങൾ കഥ പോലെ ഓർത്ത് വെച്ചിട്ട്, ഞാൻ പറയുന്നത് കഥ പോലെ നിങ്ങൾ ഓർത്ത് വെച്ചിരിക്കുക. ഓക്കെ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് വില്ലേജ്. അപ്പൊ വില്ലേജ് എന്ന് പറയുമ്പോൾ വില്ലേജിൽ അവിടെ ഒരു ജോയിന്റ് ഫാമിലി സിസ്റ്റം ഉണ്ടായിരുന്നു. പഴയ കാലത്ത് വില്ലേജിലാണെങ്കിൽ പിന്നെ അവർ എന്തൊക്കെ ജോലി, പോട്രി, പപ്പട നിർമ്മാണം, അതിൽ അഗ്രികൾച്ചർ, അതുപോലുള്ള ജോലികളായിരിക്കും അവർ ചെയ്യുക എന്നുള്ള ആ ഒരു രീതിയില് ആ ഒരു ജോയിന്റ് ഫാമിലീസ്, അവരുടെ ട്രഡീഷണൽ കൾട്ടിവേഷൻ, ട്രഡീഷണൽ ഓക്യുപ്പേഷൻ, ഇതെല്ലാമാണ് അവരുടെ ആ ഒരു മേജർ ഫോം ഓഫ് ലൈഫ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്ത പോർഷനിലേക്ക് പോവാം. ചേഞ്ചിങ് വില്ലേജസ്. അപ്പോ ആ ഒരു വില്ലേജുകളുടെ ചേഞ്ച് അവരെങ്ങനെയൊക്കെയാണ് ചേഞ്ച് ആവുന്നത്? Can you trace the changing face of our villages? What are the changes you can identify in the modern village? അപ്പോ ഈ ഒരു മോഡേൺ വില്ലേജിൽ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെ വില്ലേജുകളിൽ എന്തൊക്കെ ചേഞ്ചസ് വന്നതായിട്ടാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? എന്തൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും?
എന്താ കാണാൻ സാധിക്കും? സാർ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയാ, ചോയ്സ് ഒന്നും കൂടെ പറയാ What സാർ. are the changes you can identify in the modern villages? ഇന്നത്തെ കാലത്തെ വില്ലേജസ് നമ്മൾ ആ ഒരു വില്ലേജിന്റെ വില്ലേജ് ഒക്കെ ചേഞ്ച് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് നമുക്ക് ആ ഒരു വില്ലേജിനെ കാണാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ വില്ലേജുകളുടെ ആ ഒരു ചേഞ്ചസ് എങ്ങനെ കാണാൻ സാധിക്കുന്നു? പണ്ടത്തെ പോലെ കൃഷിയൊന്നും ഇപ്പൊ കാണാനില്ല. കൃഷി കാണാനില്ല. പിന്നെ ട്രഡീഷണൽ ജോബ്സും അതുപോലുള്ള കാര്യങ്ങളൊന്നും കാണത്തില്ല. അതൊക്കെ കുറെ കുറഞ്ഞിട്ടുണ്ടാവും. എല്ലാരും സിറ്റിയിലോട്ടൊക്കെ. കൂടുതലും വെഹിക്കിൾസ് ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ചേഞ്ചസ്. അപ്പൊ മെനി ഓഫ് ദ വില്ലേജസ് ഡു നോട്ട് റിറ്റെയിൻ ദർ ഒറിജിനൽ ഫോം എനിമോർ. പല വില്ലേജുകളും ഇങ്ങനെ അവരുടെ യഥാർത്ഥത്തിലുള്ള ആ ഒരു രീതിയോ ഒന്നും അവര് തോടുകളെല്ലാം വെട്ടിമൂടി തോടുകള്. അതെ 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 അതെ. അപ്പൊ അതാണ് അത്തരത്തിലുള്ള ചേഞ്ചസ് എല്ലാം. അപ്പൊ ഇപ്പോഴത്തെ ആ ഒരു എന്ന് പറയുന്നത് വില്ലേജ് എല്ലാം ടൗണുകളായിട്ട് സിറ്റികളായിട്ടും എല്ലാം കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുക. ആ വില്ലേജ് എന്നുള്ള ഒരു ഒറിജിനൽ ഫോമിൽ നിന്ന് മാറി അവര് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. വില്ലേജസ് ട്രാൻസ്ഫോം ഇൻ ടു ടൗൺസ്, ടൗൺസ് ഇൻ ടു സിറ്റീസ് ആൻഡ് സം സിറ്റീസ് ടു മെട്രോ സിറ്റീസ്. അപ്പൊ നമുക്കറിയാം ചില നാടുകള് അത് ടൗൺ ആയിട്ട് മാറും, ടൗണ് പിന്നീട് അതൊരു സിറ്റി ആയിട്ട് മാറും. ചില സിറ്റികൾ നമ്മളെ ട്രിവാൻഡ്രം പോലെയൊക്കെയുള്ള വലിയ വലിയ മേജർ സിറ്റീസ് ആയിട്ടും ഒക്കെ മാറും. The cities attract the village folk, offering better prospects in employment, education, etc. അപ്പൊ നമുക്ക് അറിയാം ഈ സിറ്റി ലൈഫ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷനായാലും ബാക്കിയുള്ള കാര്യത്തിനായാലും എല്ലാം കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണെന്നുള്ള കാര്യം നമുക്ക് അറിയാം. അപ്പോ ഈ people migrate on large scale to cities like Mumbai, Delhi, Kolkata, Chennai, Bangalore and Kochi. അപ്പൊ നമുക്കറിയാം ഇപ്പം കേരളത്തിലാണെങ്കിലും കൊച്ചി എന്ന് പറയുമ്പോൾ കൊച്ചി അത്രയും വലിയൊരു സിറ്റിയാണ്. അപ്പൊ അതൊന്നൊരു മേജർ ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഇവരെല്ലാം മുംബൈ, ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ, ഹൈദരാബാദ്, ബാംഗ്ലൂരു, കൊച്ചി ഇതേപോലുള്ള സിറ്റികളിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ രീതി, അല്ലെങ്കിൽ അവർ അങ്ങനെയാണ് അതിനെ കണക്കാക്കുന്നത്, ചെയ്യുന്നത്. ഇപ്പൊ ആളുകൾ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടാനായിട്ട് അവരിങ്ങനെ സിറ്റീസ് മാറിക്കൊണ്ടിരിക്കും. അവർ ഗ്രാമപ്രദേശത്ത് നിന്ന് കുറച്ച് ശമ്പളം കിട്ടത്തുള്ളൂ, ചിലപ്പോ കൃഷി മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷെ പുറത്തേക്ക് ജോലിക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവർക്ക് ധാരാളം ശമ്പളം കിട്ടും, അവരുടെ ലൈഫ് ടോട്ടലി ചേഞ്ച് ആവും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ചേഞ്ചിങ് വില്ലേജസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതില് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ നമ്മൾ ട്രൈബൽ കമ്മ്യൂണിറ്റി പഠിച്ചു, പിന്നെ വില്ലേജ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഈ ഒരു റൂറൽ കമ്മ്യൂണിറ്റി നമ്മൾ പഠിച്ചു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സാർ എനിക്ക് ട്രൈബൽ കമ്മ്യൂണിറ്റി പറഞ്ഞു തരണം. ഇത് എന്താ നേരത്തെ ക്ലാസ്സിൽ കയറാത്തെ? അല്ല, എന്റെ അനിയൻ ചേച്ചിയുടെ മോൾക്ക് ക്ലാസ് ഉണ്ട് സാർ, പരീക്ഷയാണ് അവൾക്ക്. ചേച്ചി ഇവിടെ ഇല്ല, ചേച്ചി ആശുപത്രിയിൽ പോയി, അവൾക്ക്